രാജ്യത്ത് പ്രതിഷേധ സമരങ്ങളുടെ ഘോഷയാത്രയാണ്. സർവത്ര പ്രതിഷേധം. വന്ദേമാതരം തരാം, FCRI തരാം, ഉണ്ണി ഉറങ്ങുന്ന ആവർത്തിച്ച് പാടിയിട്ടും ഉറക്കമിളച്ചും പട്ടിണി കൊണ്ട് ഒട്ടിയ വയർ മുറുക്കിയെടുത്തും ജനം തെരുവിലിറങ്ങുകയാണ്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്ന് പാടിയത് കുഞ്ചൻ നമ്പ്യാരാണ്. സത്യമാണ്, ഇപ്പോൾ അഭിനവ രാമലക്ഷ്മണന്മാരായി വേഷമിട്ടിറങ്ങിയിട്ടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അൻപ് പാട്ടുപാടുന്ന പരിവാരങ്ങളോടും ജനം കിറിവിച്ചിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ തുടങ്ങി പാർലമെൻറ്റ് വരെ കലുഷിതമാക്കിയ വിദ്യാർത്ഥി പ്രതിഷേധത്തെ അള്ളുവെച്ച് തകർക്കാൻ അണ്ണന്മാർ ആദ്യം മുതൽ പണിയെടുത്തതാണ്. മുസ്ലിം കാർഡിറക്കിയും സദാചാരം പറഞ്ഞും കൂവിയും ആളെ ഇറക്കിയുമൊക്കെ പൊലിപ്പിച്ചെങ്കിലും അതങ്ങ് ഏറ്റില്ല. എന്ന് മാത്രമല്ല, പണി പാളിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് NTA പരീക്ഷാ തട്ടിപ്പുകളിലൂടെ പന്ത് തട്ടിയത്. ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളുടെ മുതുകു തല്ലി തകർക്കാനായിരുന്നു അടുത്ത നീക്കം. അഗ്നിവീർ പദ്ധതിയിലൂടെ സൈനിക സേവനത്തെ താൽക്കാലിക കരാർ പണിയാക്കിയും സർക്കാർ മേഖലയിലെ കോടിക്കണക്കിന് ഒഴിവുകൾ നികത്താതെയും തൊഴിലില്ലായ്മ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിച്ച നേട്ടം ആർക്കാണ് ചേരുക? ഡൽഹിയിൽ ഒരു തീ ആളുന്നുണ്ട്. ഇന്നാട്ടിലെ അസംതൃപ്തരായ, തൊഴിലും കൂലിയുമില്ലാത്ത, ആത്മാഭിമാനം നഷ്ടമായ ഒരു നാടിൻ്റെ ഹൃദയമാണ് കത്തിയിരിക്കുന്നത്, നീറിപ്പോയിരുന്നത്. കൊട്ടിഘോഷിച്ച വികസിത് ഭാരത് മുതൽ ആത്മനിർഭർ ഭാരത് വരെ കരാറുപണിയും പരിവട്ടവുമായി ഒതുങ്ങിയവരാണ് തെരുവ് നിറയുന്നത്. ഇനിയും ഒന്ന് പാളി നോക്കിയാൽ 4 മരത്തടിയിൽ കോർത്തു നിർത്തിയ വീട് വികസന പദ്ധതിക്കായി കൊള്ളയടിക്കപ്പെട്ട ആദിവാസികളുടെ മുറവിളി കേൾക്കാം. മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ നിന്നാണ്. കെൻ ബെത്വ നദീ സംയോജന പദ്ധതിക്കെതിരെ ബുന്ധേൽഖണ്ഡിലെ ആദിവാസികൾ നടത്തുന്ന സമരമാണ്. മാധ്യമങ്ങൾ മുക്കിയ, എന്നാൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ പ്രക്ഷോഭങ്ങളിലൊന്നാണ് മധ്യപ്രദേശിൽ നടക്കുന്നത്. നദിയിൽ മുങ്ങിക്കിടന്നും കുരിശിൽ കയറിയും സ്വയം ചിതയൊരുക്കിയും പ്രതിഷേധിച്ച ആ പാവം മനുഷ്യർ നീതിക്കായാണ് നിലവിളിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ അവരുടെ സമരപ്പന്തൽ പൊളിച്ചെറിഞ്ഞും അടിവയറ്റിൽ ലാത്തി കൊണ്ട് കുത്തിയും കഴുത്തിൽ കുത്തിപ്പിടിച്ചുമാണെന്നേ BJP സർക്കാർ ജനാധിപത്യം വളർത്തി പുഷ്കലമാക്കിയത്. അവിടെയും തീർന്നില്ല. അങ്ങകലെ ശംഭു അതിർത്തിയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം കല്ലും കലപ്പയുമായി വരുന്നുണ്ട്. പൊരിവെയിലത്ത് പാടത്ത് ദുരിതം കൊയ്ത് കല്ലിച്ചതാണ് അവരുടെ മനസ്സ്. ചളുങ്ങിയ കുപ്പിയിൽ പച്ചവെള്ളവും 4 റൊട്ടിയും പച്ചമുളകും ഉപ്പും പൊതിഞ്ഞു പിടിച്ച് പൊള്ളുന്ന വെയിലിൽ നടന്നു വരുന്ന ഒരു വലിയ ജനക്കൂട്ടം. നിയമപരമായ MSP ഉറപ്പ് നൽകണമെന്നാണ് ആവശ്യം. India-US സ്വതന്ത്ര വ്യാപാര കരാർ കർഷകരെ പട്ടിണിയിലാക്കുമെന്നും പിന്മാറണമെന്നുമാണ് ആവശ്യം. ലക്ഷ്യം ഡൽഹിയാണ്. കോൺക്രീറ്റ് മതിൽ കെട്ടിയും മുള്ളുവേലികൾ നിരത്തിയും തടയുന്നുണ്ടെങ്കിലും ഹരിയാന, പഞ്ചാബ് അതിർത്തികളിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇതിനെല്ലാം പുറമെ രാജ്യത്തെ കർഷക സംഘടനകൾ മിനിമം ഉപാധികളിൽ കൈകോർക്കുന്നതും സർക്കാരിന് ചുവപ്പ് കാർഡാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും റോഡ് തരാം, വെള്ളം തരാം, കക്കൂസും പാലവും തരാമെന്ന് പറഞ്ഞു തന്നെയാണ് BJPയും NDAയും വോട്ട് നേടിയത്. അന്നത് കേട്ട് കോരിത്തരിച്ചു നിന്നുപോയ ഇന്നാട്ടിലെ വോട്ടർമാർക്ക് പലർക്കും പതിയെ വെളിവ് വന്നു തുടങ്ങിയിരിക്കുകയാണ്. കാലം മാറുകയല്ലേ. ശതകോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഡൽഹി ടെർമിനൽ 1ഉം രാജ്കോട്ട്, ജബൽപൂർ വിമാനത്താവളങ്ങളുടെ മേൽക്കൂരകളും മഴയിൽ ചോർന്നൊലിച്ചതും തകർന്നതും ഓർമ്മയില്ലേ? കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ബീഹാറിൽ ഡസൻ കണക്കിന് പാലങ്ങളാണ് നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഇതിനെല്ലാം പുറമെയാണ് കൂനിന്മേൽ കുരു പോലെ രാമക്ഷേത്ര വിവാദം ഉയർന്നത്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ കാതൽ അയോധ്യ രാമക്ഷേത്രമായിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കകം രാമക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ചോർന്നൊലിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കോടികളുടെ അഴിമതി നടന്നെന്ന ആരോപണവും പുറത്തു വന്നു. രാമൻ്റെ പെട്ടിയിൽ നിന്ന് നോട്ട് തട്ടി മുങ്ങിയവർ തലയിൽ മുണ്ടിട്ട് മുങ്ങാൻ ശ്രമിച്ച കൂട്ടത്തിൽ തട്ടിത്തടഞ്ഞു വീണ ഏതാനും പേർ പിടിയിലുമായി. ഭക്തിയെ രാഷ്ട്രീയ ലാഭത്തിനും കോർപ്പറേറ്റ് കൊള്ളയ്ക്കും ഉപയോഗിച്ചു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്നേ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP കനത്ത തോൽവി ഏറ്റുവാങ്ങിയത്. ഒരു കാലത്ത് BJPക്ക് വോട്ടും നോട്ടും നൽകി അകമഴിഞ്ഞ് പിന്തുണച്ച അധികാരത്തിലേറ്റിയവരാണ് ഇന്ത്യൻ മധ്യവർഗം. അവിടെയും BJPക്ക് ആശ്വസിക്കാനുള്ള വക നഷ്ടമാവുകയാണ്. വോട്ട് ചോദിച്ചു ചെന്നാൽ ഓടിച്ചിട്ടടിക്കുമെന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പറഞ്ഞ റോഡില്ല, പാലവും എയർപോർട്ടും പോയിട്ട് ഉന്നത വിദ്യാഭ്യാസം വരെ തുലച്ചുവെന്നാണ് പഴി പറച്ചിൽ. ഇതിനെല്ലാം പുറമെയാണ് E20 ഇന്ധനമുണ്ടാക്കിയ പുക്കാറ്. 44 കോടിയിലധികം വാഹനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ കലക്ക് പെട്രോൾ അടിച്ചാൽ പിച്ച വെച്ച് നടക്കാൻ പാകത്തിന് 1.5 കോടി വാഹനങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ തന്നെ വാഹൻ പോർട്ടലാണ്. എണ്ണയടിച്ചും എഞ്ചിനടിച്ചും മുടിഞ്ഞവർ തലയിൽ കൈവച്ചാണ് സർക്കാരിനെ പ്രാകുന്നത്. ഇതൊക്കെ ആര് കേൾക്കാൻ? പരാതി പറഞ്ഞവർക്കായി പറക്കും ബസ് കൊണ്ടുവരാനാണ് നിതിൻ ഗഡ്കരി തയ്യാറെടുക്കുന്നത് അത്രേ. കൺസ്യൂമർ കോടതികൾ പോലും
E20 ഇന്ധനം മൂലം കേടായ വാഹനം മാറ്റി നൽകാൻ നിർമ്മാതാക്കളോട് ഉത്തരവിടുമ്പോഴും നമ്പമാട്ടേൻ എന്ന നിലപാടിലാണ് മൂപ്പർ. ഇതിനു പുറമെ അനിയന്ത്രിതമായ ഇന്ധന നികുതിയും പണപ്പെരുപ്പവും മധ്യവർഗത്തിൻ്റെ കുടുംബ ബജറ്റ് തകർക്കുകയാണ്. വികസനത്തിന് വോട്ട് ചെയ്തവർ ഇന്ന് അത്താഴത്തിന് ഐറ്റങ്ങൾ എങ്ങനെ ഒപ്പിക്കുമെന്ന ആധിയിലാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പിള്ളേര് കൂവി ഓടിക്കുന്നതും നമ്മൾ കണ്ടു. മാധ്യമങ്ങൾ നെറിയില്ലാത്തവരാണ് എന്ന് മാത്രം പറയരുത്. BJP ആയാലും ഹിറ്റ്ലർ ആയാലും ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ്. അതിന് മാത്രമാണ് ഈ പിള്ളേരിങ്ങനെ കൂവുന്നത്. ഈ നാട് ഭരിക്കുന്നവർക്കൊപ്പം നിങ്ങളും നഗ്നരാണെന്ന് വിളിച്ചു പറയുന്നത്. അതെ, രാജ്യത്ത് മാറ്റത്തിൻ്റെ അത്യുഷ്ണമുള്ള കാറ്റാണ് ആ വീശി വരുന്നത്. അധികാരത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ ഇനി ഉണ്ടുറങ്ങൽ അത്ര എളുപ്പമാവില്ലെന്നാണ് തെരുവിലെ മുറവിളികൾ പറയുന്നത്.